മുഖ്യമന്ത്രിയുടെ മുൻഗൺമാൻ സലീം രാജ് ഉൾപ്പെട്ട കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ എജിയുടെ ഓഫീസും വഴിവിട്ടിടപെട്ടെന്ന ആക്ഷേപം ശരിവെക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. 2013 കേസിലെ പരാതിക്കാരിൽ നിന്ന് കരം സ്വീകരിക്കുന്നതിന് വില്ലേജ് ഓഫീസർ വിസമ്മതിക്കുന്നത്. കരം സ്വീകരിക്കാത്തത് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് 2014 ഏപ്രിൽ 19 ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയിൽ നിന്ന് നിയമോപദേശം തേടി. ഏപ്രിൽ 21 എജി നൽകിയ ഈ നിയമോപദേശമാണ് വിവാദമാകുന്നത്. പരാതിക്കാരായ യഥാർത്ഥ ഉടമകളിൽ നിന്ന് കരം സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നതാണ് നിയമോപദേശം. മാത്രമല്ല, കരം സ്വീകരിക്കരുതെന്ന് സർക്കാരിന്റെയോ ഏതെങ്കിലും കോടതിയുടെയോ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടോ എന്നായിരുന്നു കളക്ടർ ആരാഞ്ഞതെങ്കിലും ഇതിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം കടകംപള്ളിയുമായി ബന്ധപ്പെട്ട കോടതികളിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി ഉത്തരവുണ്ടാകുന്നതുവരെ കരം സ്വീകരിക്കേണ്ടെന്ന നിയമോപദേശവും എജി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2014 ജൂൺ 12 കരമെടുക്കുന്നത് നിർത്തലാക്കി കളക്ടർ ഉത്തരവാകുന്നത്. പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ജില്ലാ കളക്ടർക്ക് വേണ്ടി എജിയുടെ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലവും സംശയകരമാണ്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ബെഞ്ചിൽ സമർപ്പിച്ച സത്യവാങ്മൂലം കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് കളക്ടർ നൽകിയ വസ്തുതാവിവര റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തതും പരാതിക്കാരെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണെന്ന് വ്യക്തമാണ്. റവന്യൂ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് പോലും നിലനിൽക്കുന്നില്ലെന്നിരിക്കെ പരാതിക്കാരുടെ രേഖകൾ കള്ളവും തട്ടിപ്പുമാണെന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടറിന് വേണ്ടി അഫിഡവിറ്റ് സമർപ്പിച്ച എജി ഓഫീസിൽ നിന്ന് മണിലാൽ എന്ന ഗവൺമെൻറ് ബീഡർ ഞങ്ങളെല്ലാം കള്ളന്മാരാണെന്നും ഞങ്ങളുടെ റെക്കോർഡുകളെല്ലാം റോങ് ആണെന്നും എന്നുള്ള രീതിയിൽ ഒരു അഫിഡവിറ്റാണ് കൊടുത്തത്. യഥാർത്ഥ ഉടമകളെ തട്ടിപ്പുകാരായി ചിത്രീകരിക്കുന്നതും പ്രതികളെക്കുറിച്ച് മൗനം പാലിക്കുന്നതുമാണ് സത്യവാങ്മൂലമെന്നതും എജിയുടെ ഓഫീസിനെതിരായ ആക്ഷേപത്തിന് മൂർച്ച കൂട്ടുന്നു. മിഥുൻ സുരേന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആവശ്യം കോടതി തള്ളിയതോടെയാണ് ടി.ഒ. സൂരജ് CBIയുടെ കൊച്ചി ഓഫീസിൽ നേരിട്ടെത്തി ഇതേ ആവശ്യം എഴുതി നൽകിയത്. അന്വേഷണ ഏജൻസിയാണ് നുണപരിശോധനയ്ക്ക് അപേക്ഷ നൽകേണ്ടതെന്ന് സൂരജിന്റെ ആവശ്യം പരിഗണിച്ച